ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ, പുതുവത്സര ആശംസകൾ. ഇന്നത്തെ നമ്മുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനങ്ങൾ 103 2 വാക്യം വായിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്തതായ ഉപകാരങ്ങളും ബെനിഫിറ്റുകളും യാതൊന്നും മറക്കരുത്. നമ്മുടെ ആരോഗ്യവും സൗഖ്യവും എല്ലാം ദൈവം തന്നതാണ്. നമ്മുടെ സമ്പത്തുകൾ ദൈവം തന്നതാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സേ, എൻ്റെ അന്തരംഗമേ, യഹോവയെ വാഴ്ത്തുക. ഇസ്രായേലിൻ്റെ ദൈവമായ യാഹ്വേയിനെ ആരാധിക്കുക, വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കാരണം ദൈവം ചെയ്തതായ ഉപകാരങ്ങൾ നാം മറക്കാൻ പാടില്ല. ദൈവത്തോട് നന്ദി പറയുകയാണ്, നാം ആരാധിക്കുകയാണ്, നാം വാഴ്ത്തുകയാണ് ദൈവത്തെ. അതിന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നാം ദൈവത്തെ വാഴ്ത്തുന്നു. ഈ സങ്കീർത്തനം ദാവീദ് രാജാവ് എഴുതിയതാണ്. ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ വേണ്ടി എഴുതിയതാണ്. തൻ്റെ ജീവിതത്തിൽ ആദ്യമൊക്കെ ചിലപ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ കുറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ദൈവം ദാവീദിനോട് ക്ഷമിച്ച്, ദാവീദ് ഒരു പ്രവാചകനായി തന്നെ, പ്രവാചക ഗണത്തിൽ പെട്ടിട്ടില്ല എങ്കിലും വിശുദ്ധ ബൈബിളിൻ്റെ നിയമം അനുസരിച്ച്, വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ദാവീദ് ഒരു പ്രൊഫഷണൽ പ്രവാചകൻ അല്ലായിരുന്നുവെങ്കിലും ദാവീദ് ഒരു രാജാവായിരുന്നു. തൻ്റെ പ്രജകളെ നോക്കി ഭരിക്കുന്നതിനു വേണ്ടി ദാവീദ് പിൽക്കാലത്ത് ഏറ്റവും വിശുദ്ധനും നീതിമാനുമായി തീർന്നു. ആദ്യത്തെ തെറ്റുകൾ ഉപേക്ഷിച്ചാൽ ദൈവം ക്ഷമിച്ചപ്പോൾ വീണ്ടും ദാവീദ് നാഥാൻ പ്രവാചകൻ തന്നെ ഓർമ്മപ്പെടുത്തിയപ്പോൾ, തൻ്റെ തെറ്റുകളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ദാവീദ് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും വിശുദ്ധനായി തീരുകയും ചെയ്തു. ദാവീദ് അങ്ങനെ 70 പരം സങ്കീർത്തനങ്ങൾ രചിക്കുകയുണ്ടായി. അതിൽ ഒന്നാണ് 103 സങ്കീർത്തനം. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനും നീതിവാനും പ്രവാചകനും കൂടിയായിരുന്നു. ഇസ്രായേലിനെ നേർവഴിയിൽ നയിക്കുവാൻ ഭൗതികമായി രാജാവായിട്ടും ആത്മീയമായി പള്ളിയിൽ ആരാധിക്കുന്നതിനു വേണ്ടി മുൻകൈയെടുക്കുന്നതും ആളാണ്. ആ രാജാവ് എഴുതിയതായ സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. അവരുടെ പള്ളിയിൽ പാടി വന്നതാണ്. ആ സങ്കീർത്തനങ്ങൾ തന്നെയാണ് നാം ക്രിസ്തീയ ബൈബിളിലും എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളോടും ദൈവപ്രചോദനത്താൽ, ദൈവത്തിൻ്റെ വാക്കുകളാൽ ദൈവം പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതുപോലെ നാം അംഗീകരിക്കുന്നു. ദൈവം പറഞ്ഞു കൊടുത്തതായ വാക്കുകൾ അത് ദാവീദ് എഴുതി. അത് ഇന്നും ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ദൈവം എഴുതി കൊടുത്തതുപോലെ ദൈവം ദാവീദിൻ്റെ വായോട് ചേർന്നിരുന്ന് പറയിപ്പിച്ചതുപോലെ ആണ്. അങ്ങനെ ദാവീദ് എഴുതിയതായ ഈ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുകയും പരിശുദ്ധനായ പിതാവിനെ, യാഹ്വേയായ ദൈവത്തെ സ്തുതിക്കുന്നത് എന്ന ഒരു സങ്കീർത്തനമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം ചെയ്തതായ ഉപകാരങ്ങൾ അത്ര കൂടുതലാണ്. ദൈവം മനുഷ്യനെ ഉരുവാക്കി, മനുഷ്യനെ പരിപാലിച്ച്, മനുഷ്യൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ചിട്ട് ദൈവം മനുഷ്യനെ പരിപാലിക്കുന്നു. മനുഷ്യന് വേണ്ടതെല്ലാം പ്രകൃതിയിൽ നിന്ന് ദൈവം കൊടുക്കുന്നുണ്ട്. കൃഷിയും കന്നുകാലികളും എല്ലാവിധ ഉപകരണങ്ങളും ദൈവം മനുഷ്യന് വേണ്ടി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
ദാവീദ് തൻ്റെ അന്തരംഗത്തോട് പറയുന്നത്, ഇതൊന്നും ദൈവം ചെയ്ത നന്മകളൊന്നും മറക്കരുത്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ വാഴ്ത്തിപ്പാടുക. ഈ എഴുതിയ സങ്കീർത്തനം എപ്പോഴാണ് എഴുതിയത് എന്ന്, ചില സങ്കീർത്തനങ്ങളുടെ ഏത് സന്ദർഭത്തിൽ എഴുതി എന്നും ആരെഴുതിയെന്നും കാണിക്കുന്നുണ്ട്. ചില സങ്കീർത്തനങ്ങളെക്കുറിച്ച് ആരെഴുതിയെന്ന് പോലും അതിൻ്റെ തലക്കെട്ടിലില്ലാതെയുണ്ട്. ഈ സങ്കീർത്തനം ദാവീദ് തന്നെ എഴുതിയതാണെന്ന് വിശുദ്ധ ബൈബിളിൻ്റെ 103-ാം സങ്കീർത്തനത്തിൻ്റെ മുകളിലത്തെ വരിയിൽ എഴുതിയിട്ടുണ്ട്. ഈ സങ്കീർത്തനം എപ്പോൾ ഏത് സാഹചര്യത്തിൽ എഴുതിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദാവീദ് തൻ്റെ ദൈവത്തെ, യാഹ്വേ എന്ന ദൈവത്തെ സ്തുതിക്കുന്നതായ, വാഴ്ത്തിപ്പാടുന്നതായ, തൻ്റെ മനസ്സിലൂടെ തൻ്റെ ഉള്ളിലുള്ള എല്ലാ അന്തരംഗങ്ങളോടും പറയുന്നതായ തോന്നത്തിൽ ദാവീദ് മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ പാടി വരുന്നു. മനുഷ്യർ ഇത് പാടി ദൈവത്തെ ആരാധിക്കുന്നു, യാഹ്വേയെ സ്തുതിക്കുന്നു, വാഴ്ത്തുക. യാഹ്വേ എന്ന ദൈവത്തെ വാഴ്ത്തുന്നതായ ഒരു സങ്കീർത്തനമാണ് ഈ 103-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്തതായ ഉപകാരങ്ങൾ യാതൊന്നും മറക്കരുത്. മനുഷ്യൻ ദൈവം ചെയ്തതായ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തെ വാഴ്ത്തിപ്പാടുക. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നൽകിയ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നത് കാരണമുണ്ട്. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ, മനുഷ്യനെ എല്ലാ രീതിയിലും പരിപാലിക്കുന്നതായ ദൈവം മനുഷ്യനെ ഉത്പാദിപ്പിച്ചിട്ട് മനുഷ്യനുണ്ടായത് മുതൽ മനുഷ്യനെ പരിപാലിക്കുന്നുണ്ട്. പ്രകൃതിയെല്ലാം മനുഷ്യന് അനുകൂലമായി തന്നെ വരുത്തി, മൃഗങ്ങളെയെല്ലാം മനുഷ്യൻ അനുകൂലമായി തന്നെ വരുത്തി, മൃഗങ്ങളെയെല്ലാം മനുഷ്യൻ അനുകൂലമായി വരുത്തി. എന്നാൽ ചിലത് ഉപദ്രവിക്കുന്നത് ഉണ്ടെങ്കിലും എല്ലാം തന്നെ സർവവും, ഭൂമിയിലുള്ള സർവവും മനുഷ്യന് ഉപകാരപ്രദമാക്കിയാണ് പൊതുവെ കാണുന്നത്. അങ്ങനെ എല്ലാ ഉപകാരത്തിന് അംഗീകരിക്കപ്പെട്ട രീതിയിൽ ദൈവം തന്നതിനാൽ ദൈവത്തെ വാഴ്ത്തിപ്പാടുക. ദൈവത്തെ വാഴ്ത്തിപ്പാടാൻ വേണ്ടി താൻ മറ്റാരോടും പറയുന്നതായിട്ടല്ല തോന്നിക്കുന്നത്. അത് പിന്നീട് പറയുന്നുണ്ട് എങ്കിലും മറ്റുള്ളവർക്കും കൂടി മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്രദമാകും വണ്ണം ദാവീദ് ഇത് എഴുതിയിട്ടുണ്ട്. ദാവീദ് സ്വന്തം മനസ്സിനോട് പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവത്തെ വാഴ്ത്തുവാൻ അദ്ദേഹം തന്നെ പറയുകയാണ്. സർവ അന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്ന് 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവ അന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കാരണം 2-ാം വാക്യത്തിൽ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം നമ്മളെ ജീവനോടെ ശ്വാസത്തിലിട്ടിരിക്കുന്നു, നമ്മളെ പരിപാലിക്കുന്നു, രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുന്നു. ആയതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ള അന്തരംഗം, മനസ്സ്, അപ്പോൾ നാം ചിന്തിക്കുന്നതായ ഭാഗം, ചിന്തിക്കുന്നതായ തലച്ചോറ്, അത് ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്, ദൈവത്തോട് നന്ദി പറയുകയാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ദൈവത്തോട് നന്ദി പറയുവാണ്. കാരണം ദൈവത്തോട് നന്ദി പറയേണ്ടതിന് ദൈവം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ, പാപം അല്പമെങ്കിലും എന്തെങ്കിലും തെറ്ററിയാതെ ചെയ്തു പോയാലും അത് നമ്മളുടെ ബുദ്ധിയിൽ ഒരു ബർഡനായി കിടക്കും, ഒരു ഭാരമായി കിടക്കും. അങ്ങനെ മനുഷ്യരുടെ പാപങ്ങൾ മനുഷ്യരുടെ മനസ്സിന് ഒരു ഭാരം തന്നെയാണ്. അത് ദൈവം
ആ രോഗത്തെയും മാറ്റി ആ പാപത്തെയും ക്ഷമിച്ചിട്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും ദൈവം രക്ഷിക്കുന്നതിനാൽ നാം ദൈവത്തോട് വാഴ്ത്തിപ്പാടുക, നാം ദൈവത്തെ നമസ്കരിക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. അതാണ് ദാവീദ് തൻ്റെ മനസ്സിനോട് പറയുന്നത്. എൻ്റെ മനസ്സേ, അന്തരംഗമേ, ദൈവത്തെ വാഴ്ത്തിപ്പാടുക. എല്ലാ നാശത്തിൽ നിന്നും ദൈവം രക്ഷിച്ചു. അങ്ങനെ സർവവിധ നാശങ്ങളിൽ നിന്നും ദൈവം രക്ഷിക്കുന്ന ദൈവമാകയാൽ ദൈവത്തെ വാഴ്ത്തിപ്പാടുക. ദൈവത്തിന് സ്നേഹവും കൃപയും കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ദൈവം മനുഷ്യരോട് സ്നേഹം കാണിക്കുന്നതിനാൽ ആ സ്നേഹമുള്ള ഹൃദയത്തെ, ആ ദൈവത്തെ, ആ യാഹോവയെ വാഴ്ത്തിപ്പാടുക. അങ്ങനെ 4-ാം വാക്യവും പറയുന്നത് അങ്ങനെ എല്ലാ നാശങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കുന്നു. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടും മനുഷ്യരോടുള്ള കൃപ കൊണ്ടും മനുഷ്യനെ രക്ഷിക്കുന്നുണ്ട്. ദൈവം പറയുന്നതായിട്ട് ദാവീദ് എഴുതിയിട്ടുള്ള 5-ാം വാക്യത്തിൽ, ദാവീദ് എഴുതിയിട്ടുള്ള 5-ാം വാക്യത്തിൽ, ഈ മനുഷ്യരുടെ യൗവനം, മനുഷ്യരുടെ ശരീരം കഴുകനെ പോലെ പുതുക്കി വരുവാൻ ദൈവം സഹായിക്കുന്നു എന്നാണ്. അതായത് മനുഷ്യർ നല്ല ശക്തിയിൽ ജീവിച്ചിരിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. മനുഷ്യന് തൃപ്തിയാകുവാൻ എല്ലാം ദൈവം നടത്തുന്നത് കൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടുക. അത് കഴുകനെ പോലെ കഴുകൻ എങ്ങനെയാണ്? കഴുകൻ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ എവിടെയെങ്കിലും ഉയർന്ന സ്ഥാനങ്ങളിൽ ചെന്നിരുന്ന് അതിൻ്റെ ആഹാരം കഴിക്കുക, കുറച്ച് ആഹാരം കഴിക്കുന്നല്ല, ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആഹാരം പൊതുവെ മടുത്തിട്ട് അത് മലകളിലോ മരത്തിൻ്റെ മുകളിലോ ചെന്നിരുന്ന് തൻ്റെ തൂവലുകൾ കുത്തിപ്പറിച്ച് കളഞ്ഞിട്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതിന് പുതിയ തൂവലുകൾ വരും. അപ്പോൾ അത് ആഹാരം കൂടുതൽ കഴിച്ച് അതൊരു പുതുക്കിയ ഹൃദയമുള്ളതായ രീതിയിൽ, അത് പുതുക്കിയ ശരീരമുള്ളതായ രീതിയിൽ, അതിൻ്റെ യൗവനം തിരിച്ചു കിട്ടുന്നതായ രീതിയിൽ ഈഗിളിനെ കാണാം, പരുന്തിനെ കാണാം. അതേപോലെ തന്നെ പല പക്ഷികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. താറാവും ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. ഒരു നിശ്ചിത സമയത്തെ അതിൻ്റെ തൂവലുകളും കൊത്തിപ്പറിച്ച് കഴിഞ്ഞ് ആഹാരം കുറച്ചെടുത്തുകൊണ്ട് അതിന് പുതിയ തൂവലുകൾ വരുമ്പോൾ അതിൻ്റെയും ശക്തി നല്ല രീതിയിൽ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ചില മരങ്ങളുടെയും പേരമാതിരിയുള്ള മരങ്ങളുടെയും പുറത്തെ പട്ട കുറച്ച് ഉണങ്ങിപ്പോകുമ്പോൾ പിന്നെ പുതിയ പട്ട വരുമ്പോൾ അതിൻ്റെ യൗവനം പുതുക്കി വരുത്തക്ക രീതിയിൽ എന്നാൽ എല്ലാ സസ്യങ്ങൾക്കും എല്ലാ പക്ഷികൾക്കും അങ്ങനെയില്ല. പക്ഷികൾക്ക്, കോഴി മാതിരിയുള്ള പക്ഷികൾക്ക് തൂവലുകൾ ഒന്നിച്ചല്ല ഇളകിപ്പോകുന്നു, ഓരോന്നോരോന്നായിട്ട് വരുന്നു, ഇളകിപ്പോകുന്നു, വീണ്ടും ആ സ്ഥാനത്ത് അതിന് തൂവലുകൾ കിളിർക്കുന്നു. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഭാഗം തന്നെയാണ് ഏശയ്യാവ് പ്രവചനത്തിലെ 40-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ കഴുകന് തൻ്റെ തൂവലുകൾ നഷ്ടപ്പെടുത്തുമ്പോൾ പുതിയ തൂവലുകൾ വരുമ്പോൾ അതിൻ്റെ ശക്തിയെ പ്രാപിക്കുന്നത് പോലെ മനുഷ്യനും ദൈവം ശക്തി കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യനെ എല്ലാ രീതിയിലും പരിപാലിക്കുന്നതായ ദൈവത്തെ നാമം വാഴ്ത്തിപ്പാടുകയാണ്. ദൈവം കഷ്ടപ്പെടുന്നവർക്ക്, 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, നിരാലംബരായിട്ടുള്ളവർക്ക് വേണ്ടി ദൈവം നീതിയും ന്യായവും മുഹിച്ചു കൊടുക്കുന്നു. നീതിയും ന്യായവും നടത്തി കൊടുക്കുന്നുണ്ട്. ദൈവം പാവപ്പെട്ടവർക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവരുടെയും നീതി നടപ്പാക്കി കൊടുക്കുന്നുണ്ട്.
പിന്നെ അതിന് താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇന്ന് ഇസ്രായേലിനെ വഴി നടത്തിയതായ ഇസ്രായേലിനും മോശയ്ക്കും ദൈവം തൻ്റെ വഴി കാണിച്ചു കൊടുത്തു. ഇസ്രായേലിന് അബദ്ധം പറ്റിയിട്ട് ഇസ്രായേലിൻ്റെ മക്കൾ ഒരു തെറ്റ് കാണിച്ചതുകൊണ്ട്, യോസേപ്പിനെ വിറ്റതുകൊണ്ട് മിസ്രൈമിലേക്ക് പോകുവാനിടയായി. പിന്നീട് ദൈവപുരുഷനായ പ്രവാചകനായ മോശ ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിൽ നിന്നും വീണ്ടും കനാൻ ദേശത്തേക്ക് നയിച്ചു. അങ്ങനെ മോശ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, മോശ എന്ന പ്രവാചകൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക്, അവരുടെ വാഗ്ദത്ത ഭൂമിയായ അബ്രഹാമിന് ദൈവം കൊടുത്ത ഭൂമിയിലേക്ക് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഇവിടെ മോശയെക്കുറിച്ച് പരാമർശിക്കുന്നത്. മോശയും ഇസ്രായേൽ ജനങ്ങളുടെ മൂപ്പന്മാർ നയിച്ച്, മോശയും അഹരോനും നയിച്ച് വീണ്ടും ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ഈ ഭാഗത്തെ പ്രതിപാദിച്ചിട്ടുള്ളത്. ദൈവം ക്ഷമിച്ചു. അങ്ങനെ മനുഷ്യർക്കു വേണ്ടി, ജനിക്കുവാനുള്ള മനുഷ്യർക്ക് വേണ്ടി, ജനിച്ച മനുഷ്യർ, അന്ന് മുതൽ ജനിച്ചിട്ടുള്ളതായ മനുഷ്യർ മുതൽ വീണ്ടും വീണ്ടും ഭൂമിയിൽ ജനിക്കുവാനുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് ശ്രീയേശു ക്രൂശിതനായപ്പോൾ തന്നിൽ നിന്നായി മരിച്ചടക്കപ്പെട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക്, യേശു കർത്താവിനോട് രക്ഷയെ ചോദിക്കുന്നവർക്ക് യേശു കർത്താവ് രക്ഷയെ കൊടുക്കുവാനുള്ള അനുവാദം ദൈവം യേശു കർത്താവിന് കൊടുത്തു. അങ്ങനെ മനുഷ്യരോട് ദൈവത്തിന് കരുണ തോന്നി. ദൈവത്തിൻ്റെ കോപം ദീർഘിച്ച് നിൽക്കുന്നില്ല, ദൈവം ക്ഷമിക്കുന്നു എന്നാണ് 9-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. 10-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവം മനുഷ്യരുടെ പാപങ്ങൾക്ക് അനുസരണമായി മനുഷ്യരെ സൃഷ്ടിക്കുന്നില്ല. മനുഷ്യരുടെ പാപങ്ങൾക്കനുസരിച്ച് മനുഷ്യരെ സൃഷ്ടിക്കുന്നില്ല. എന്നാൽ പാപം ചെയ്യുന്നവർക്ക്, സ്വല്പം തെറ്റുകൾ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ശിക്ഷ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ തെങ്കിലും പാപത്തിനനുസരണമായി മനുഷ്യനെ ശിക്ഷിക്കുമായിരുന്നെങ്കിൽ മനുഷ്യരൊന്നും തന്നെ കാണുകയില്ലായിരുന്നു. അതായത് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിനനുസരിച്ച്, മനുഷ്യൻ ദിനം പ്രതി ചെയ്യുന്ന പാപങ്ങൾക്കനുസരിച്ച് ദൈവം അവനെ ശിക്ഷിക്കുന്നില്ല, ദൈവം ക്ഷമിക്കുകയാണ്. തൻ്റെ വിശ്വാസത്തിൽ കഴിയുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ, ദൈവത്തെ വിശ്വസിക്കുന്നവരോട് ദൈവം തൻ്റെ സിംഹാസനത്തിലിരുന്ന് എന്നുമെന്നും സ്നേഹത്തോടെ അവരെ നയിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ പാപങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ എന്ന ദൂരത്തിൽ മനുഷ്യരോട് അകറ്റിയിരിക്കുന്നുവെന്നാണ് 12-ാം വാക്യത്തിൽ നിന്ന്. അതായത് സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമം വരെ അത്രയുള്ള ദൂരത്തിലാക്കി മനുഷ്യരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു എന്നുള്ളത്. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റവും ദൂരത്തിൽ ദൈവം ആക്കിയെന്നാണ്. അതായത് സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്, ഭൂമിയുടെ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ് തോന്നുന്നവരെ എന്ന് ദാവീദിനെ അറിഞ്ഞോ അറിയാതെയോ ദൈവം ദാവീദിനെയും കൊണ്ട് എഴുതിപ്പിച്ചതാണ്. മനുഷ്യരുടെ പാവങ്ങൾ ഒരറ്റം മുതൽ ഭൂമിയുടെ മറു അറ്റം വരെ ആ പാവങ്ങൾ എത്രയും ഭൂമിക്ക് വലിപ്പമുണ്ടോ അത്രയും ദൂരമുണ്ടോ, സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നവരെ എന്ത് ദൂരമുണ്ടോ അത് തന്നെ അതേ രീതിയിൽ മനുഷ്യരുടെ പാവങ്ങളെ ദൈവം ക്ഷമിച്ച് ദൂരെയാക്കി. പിന്നെ പറയുന്നു, ദൈവം തന്നിൽ വിശ്വസിക്കുന്നവരെ
ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതായത് ഉദാഹരണമായിട്ട് ബൈബിളിൽ പറയുന്നു, അപ്പന് മക്കളോട് കരുണ കാണുന്നത് പോലെ, കരുണ തോന്നിക്കുന്നത് പോലെ സ്വന്തം കുഞ്ഞുങ്ങളോട് ഒരുവിധപ്പെട്ടവരെല്ലാം തന്നെ സ്നേഹമായിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവം തൻ്റെ വിശ്വസ്തരോട്, ദൈവത്തെ വിശ്വസിക്കുന്നവരോട്, ദൈവത്തോട് വാഴ്ത്തിപ്പാടുന്നവരോട്, ദൈവത്തോട് പ്രാർത്ഥന ചെയ്യുന്നവരോട് ദൈവം ക്ഷമിക്കുകയും അവരോട് കരുണ തോന്നുകയും ദയവ് തോന്നുകയും ചെയ്യുന്നു. ദൈവത്തിനറിയാം. 14 വാക്യത്തിൽ പറയുന്നു, ദൈവം അറിഞ്ഞിരിക്കുന്നു മനുഷ്യരുടെ ശരീരം ഡസ്റ്റാണ്, മനുഷ്യരുടെ ശരീരങ്ങൾ പൊടിയാണെന്ന് അവിടുന്ന് ഓർക്കുന്നു. ഉൽപ്പത്തി പുസ്തകം പറയുന്നു, ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി, ആ പൊടി കൊണ്ടാണ്, ആ മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലും പറയുന്നു. യെശയ്യാവിൻ്റെ പ്രവചനത്തിലും അത് നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യ ജീവിതങ്ങൾ വെറും പുല്ലിനെ പോലെയാണ്. പുല്ല് ഒരു വർഷത്തേക്ക്, പുല്ല് പോച്ച എന്ന് തെക്കൻ കേരളത്തിൽ പറയുന്നതായ വയലിലൊക്കെ കിളിച്ചു വരുന്നത് ഒരു വർഷം കഴിയുമ്പോൾ, ചൂട് കാലമാകുമ്പോൾ പോച്ച കരിഞ്ഞു പോകുന്നു. അതുപോലെയാണ് മനുഷ്യരുടെ ജീവിതമെന്നാണ് ഈ വാക്യത്തിൽ ദാവീദ് എഴുതിയിരിക്കുന്നത്. മനുഷ്യരുടെ ജീവിതവും പെട്ടെന്നൊരു ശ്വാസമാണ്, അത് കടന്നു പോകും, പെട്ടെന്ന് തന്നെ കടന്നു പോകും. അതിനെ പോച്ചയാണെങ്കിൽ കരിഞ്ഞു പോയാൽ നല്ല ചൂടുള്ള കാലം വരുമ്പോഴും പുല്ല് കരിഞ്ഞ് ഉണങ്ങി ഒരു ചൂട് കാറ്റടിക്കുമ്പോൾ, ഒരു ഉഷ്ണക്കാറ്റടിക്കുമ്പോൾ അത് കരിഞ്ഞ് പറഞ്ഞ് പൊടിയായി പറന്നു പോകും. പിന്നെ അതിൻ്റെ സ്ഥലം പോലും, അത് നിന്ന സ്ഥലം എവിടാണെന്ന് പോലും അറിയാൻ വയ്യാത്ത വിധം, പുല്ല് നിന്ന സ്ഥലം പോലും അറിയാത്ത രീതിയിൽ അത് നശിച്ചു പോകും. അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. ദൈവത്തിൻ്റെ സിമ്പതി, ദൈവത്തിൻ്റെ അനുകമ്പ തൻ്റെ വിശുദ്ധന്മാരോട് ദൈവത്തിനുണ്ട്, അവരുടെ മക്കളോടും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ സിമ്പതിയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് മനുഷ്യരെ ദൈവം നടത്തുന്നത്. ആയതിനാൽ നാം ദൈവത്തോട് വാഴ്ത്തിപ്പാടുകയാണ്. ദൈവത്തിൻ്റെ നിയമം പാപികളെ ശിക്ഷിക്കുകയെന്നുള്ളതാണ്. എന്നാൽ തന്നെയും ദൈവം രക്ഷിക്കുന്നുണ്ട്. ദൈവം സ്വർഗരാജ്യത്തിലിരുന്നു കൊണ്ട്, ദൈവം അങ്ങ് അകലെയിരുന്നു കൊണ്ട് സർവ്വമാനവരാശിയെയും അവിടുന്ന് ഭരിക്കുകയാണ്, അവിടുന്ന് നടത്തുകയാണ്, അവിടെ ജീവിതവരെ പോഷിപ്പിക്കുകയാണ്. എല്ലാ സർവ്വചരാചരങ്ങളെയും ദൈവം പരിപാലിക്കുകയാണ്. യാഹ്വേ എന്ന ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് സർവ്വമാനവരാശിയെയും പരിപാലിക്കുന്നു. ഇവിടെ പറയുന്നത്, അടുത്ത വാക്യങ്ങളിൽ പറയുന്ന 20-21 വാക്യങ്ങൾ, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നതായ ദൂതന്മാരെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായ ദൂതന്മാരെ, ദൈവത്തെ വാഴ്ത്തിപ്പാടുവീൻ. അതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടുവാനാണ് ദൂതന്മാരും ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്. ദൂതന്മാരാണ് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ്. അവരോടും ദാവീദ് പറയുന്നത് മാതിരി സങ്കീർത്തനത്തിൽ കാണുന്നത്, ദൂതന്മാരും ദൈവത്തെ അനുസരിക്കുന്നു, ദൂതന്മാരും ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നു. പിന്നെ വെറും പുല്ലിന് സമമായ മനുഷ്യര് ദൈവത്തെ വാഴ്ത്തിപ്പാടണം. വെറും പുല്ലിന് സമമായി ഇന്ന് കണ്ട് നാളെ പാടുന്ന പുല്ലിനെ പോലെ നിൽക്കുന്നതായ മനുഷ്യൻ, ഒരു ശ്വാസം പോയി കഴിഞ്ഞാൽ ആ ജീവിതം പോയി കഴിയുന്നതായ മനുഷ്യൻ, അതിനു മുൻപ് ജീവനുള്ളിടത്തോളം കാലം ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്. ജീവനുള്ളപ്പോൾ എപ്പോഴും ദൈവത്തെ വാഴ്ത്തിപ്പാടുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തോട് പ്രാർത്ഥന ചെയ്യുക. അവൻ അല്പമെങ്കിലും ആവുമെങ്കിൽ ദൈവത്തോട് നന്ദിയുള്ളവന്. അവനെ ശ്വാസത്തിൽ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതിന് ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കുക, എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. നാം താക്കോൽ വാക്യമായിട്ട് ഇന്നത്തെ വിഷയത്തിന് വേണ്ടി
ഇന്നത്തെ പഠനത്തിനു വേണ്ടി നാം എടുത്തിട്ടുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 103:2. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്തതായ ഉപകാരങ്ങളും ബെനിഫിറ്റുകളൊന്നും നാം മറക്കരുത്. അതുകൊണ്ട് ദാവീദ് തൻ്റെ മനസ്സിനോട് തന്നെ പറയുകയാണ്, യഹോവയെ വാഴ്ത്തുക. അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ, മനുഷ്യൻ്റേതായ മൊത്തം ശക്തിയിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. അത് ദാവീദ് അങ്ങനെ ആ സങ്കീർത്തനം എഴുതി സർവ്വ മനുഷ്യരോടും പറയുകയാണ്. ഇപ്പോൾ ഈ സങ്കീർത്തനം നമുക്കുള്ളിടത്തോളം കാലം ആ ദൈവം പറയുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. നമ്മളുടേതായ മനസ്സും യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിക്കുക, അവിടുന്ന് നൽകിയ ഉപകാരങ്ങളൊന്നും മറക്കരുത്. യഹോവയെ വാഴ്ത്തുക. 1-2 വാക്യത്തിൽ 103 സങ്കീർത്തൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നത്, സ്വന്തം മനസ്സേ യഹോവയെ വാഴ്ത്തുക, ദൈവം ചെയ്തതായ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, സ്തുതിക്കുക, ധന്യവാദ് പറയുക, താങ്ക്സ് പറയുക. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് വാഴ്ത്തിപ്പാടി കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോട് നമുക്ക് നന്ദിയുള്ളവരായി ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോട് വാഴ്ത്തിപ്പാടി അവിടുന്ന് ഭൂമിയിൽ വരികയും തൻ്റെ ജീവൻ ഇവിടെ ബലിയാവുകയും ചെയ്തിട്ട് മാനവരാശിക്ക് രക്ഷ കിട്ടിയിരിക്കുന്നതിനാൽ നാം യേശു കർത്താവിനെയും പാടി വാഴ്ത്തുവാൻ ദൈവം അതിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ബൈബിളിൽ, വിശുദ്ധ ബൈബിളിൻ്റെ പല വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം തൻ്റെ അധികാരം യേശു ക്രിസ്തുവിന് കൊടുത്തു, പ്രാർത്ഥന സ്വീകരിക്കുവാനും മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം, നാം ദൈവത്തെയും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, കാത്തു പരിപാലിക്കട്ടെ. അവരവരുടെ മനസ്സിൻ്റെ ശക്തി അനുസരിച്ച് മുഴു കപ്പാസിറ്റിയിൽ, മൊത്തം ശക്തിയിൽ ദൈവത്തെ വാഴ്ത്തിപ്പാടുക, യേശു ക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടുക. അതാണ് 103 സങ്കീർത്തനത്തിൻ്റെ സാരാംശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത്. 103 എൻ മനമേ യഹോവയെ വാഴ്ത്തുക. മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം. അത് ഇതുവരെയും ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരുന്നതായ എല്ലാവർക്കും നന്ദിയും എൻ്റെ സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. തൽക്കാലം വിട പറയുന്നു.